നമ്മുടെ നാട്ടിലെല്ലായിടത്തും പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് ഭാഗത്ത് നിത്യേന പൊട്ടിമുളക്കുന്ന പ്രത്യേകതരം സ്ഥാപനങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അവരുടെ ബ്രോഷറൊക്കെ നോക്കിയാൽ കർഷകർക്കും മറ്റ് സംരംഭകർക്കും ടൂറിസവുമായി ബന്ധപ്പെട്ടവർക്കും വേണ്ടിയുള്ള സൊസൈറ്റി ആണെന്ന് തോന്നും. ചെറുകിട സംരംഭകരെ സഹായിക്കുക, സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമീണ മേഖലകളിൽ വികസനം കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്യുന്നതെന്ന് ആദ്യ നോട്ടത്തിൽ തോന്നും. എന്നാൽ വിശദമായി നോക്കിയാൽ പ്രധാന പ്രവർത്തന മേഖല ഇതൊക്കെ അല്ലെന്നാണ് മനസ്സിലാകും. സ്കീമുകൾ എന്ന പേരിൽ ഒരുപാട് നിക്ഷേപക പാക്കേജുകളാണ് ഇതിൽ പ്രധാനം. വർഷം തോറും അല്ലെങ്കിൽ മാസം തോറുമുള്ള നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏതൊരു ബാങ്കും നൽകുന്നതിന്റെ ഇരട്ടി പലിശയും സബ്സിഡിയും ഒക്കെ ഓഫർ ചെയ്യും. കർഷകരും അല്ലാത്തവരുമൊക്കെ ഇതിൽ പങ്കാളികളാകും. പ്രധാനമായും ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ലക്ഷങ്ങളാണ് അത്തരക്കാരിൽ നിന്നും നിക്ഷേപമായി വാങ്ങുന്നത്. പതിയെ പതിയെ ഈ പണം തിരികെ കൊടുക്കാതെയാവും. അപ്പോഴേക്കും ചെയർമാനും MDയും ഒക്കെ കോടികൾ കയ്യിലാക്കി കഴിഞ്ഞിരിക്കും. പിന്നെ കേസുകൾ വരും, സൊസൈറ്റി പൂട്ടും. അതാണ് സ്ഥിരമായി കാണുന്ന പരിപാടി. ഇതേപോലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവരാണ് ഫാം ഫെഡ് ചെയർമാനും MDയും. കഴിഞ്ഞ വർഷമാണ് ചെയർമാൻ രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരെ മ്യൂസിയം പോലീസ് പിടികൂടിയത്. ഫാം ഫെഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയെന്ന വ്യാപകമായ പരാതി സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളായി ലഭിച്ചിരുന്നു. ഇവർ നിക്ഷേപകരിൽ നിന്നും 12.5% പലിശ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിരുന്നു. ഏകദേശം 400 കോടിയോളം രൂപയുടെ നിക്ഷേപം ഈ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് പണം തിരികെ നൽകാതെ നിക്ഷേപകരെ ഇവർ പറ്റിക്കുകയായിരുന്നു. സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഫാം ഫെഡ് എന്ന പേരിൽ കമ്പനി നടത്തിയ ഈ പ്രതികൾ പിന്നീട് ദ ഫോർത്ത് എന്ന പേരിൽ മാധ്യമരംഗത്തേക്കും കടന്നു വന്നു. എന്നാൽ തട്ടിപ്പ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതോടെ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. 2008 ആരംഭിച്ചതാണ് ഫാം ഫെഡ്. ഇവർ നറുക്കെടുപ്പ് വഴിയും തട്ടിപ്പിന് ശ്രമം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 25,000 രൂപ വീതമുള്ള നിക്ഷേപത്തിന് ബാങ്ക് നിരക്കിന് പലിശയും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ 5 ലക്ഷം രൂപ സമ്മാനവുമായിരുന്നു അംഗങ്ങൾക്ക് വാഗ്ദാനം. ഒട്ടേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അംഗങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിലും രാജേഷ് പിള്ളയുടെയും അഖിലിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനാൽ ഭൂരിപക്ഷം പേരും പണം നൽകാൻ തയ്യാറായില്ല. അതോടെ രാജേഷ് പിള്ളയുടെ ആ പദ്ധതി പൊളിയുകയായിരുന്നു. ഫാം ഫെ ബസാർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇവർ നടത്തിയിരുന്നു. സൂപ്പർ മാർക്കറ്റ് ശൃംഖല കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാനായി കോടികൾ ചെലവഴിച്ച് പരസ്യം ചെയ്തെന്നും അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഫാം ഫെഡ് തട്ടിപ്പ് നേരത്തെ കണ്ടെത്തിയതാണ്, എല്ലാവരും അറിഞ്ഞതുമാണ്. എന്നാൽ ഒരു പുതിയ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നാച്ചുറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാലക്കാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഫാം ഫെഡ് കേസിൽ പ്രതിയായ രാജേഷ് പിള്ള ഈ സൊസൈറ്റിയുടെയും പിന്നിലുണ്ട്. കാരണം ചെയ്തു ശീലിച്ച ആ പണി മാത്രമേ എക്കാലത്തും ഇക്കൂട്ടർ ചെയ്യുകയുള്ളൂ. നേരത്തെ സമാനമായ ഒരു സ്ഥാപനത്തിലൂടെ കോടികളുടെ വെട്ടിപ്പ് നടത്തി പോലീസിന്റെ പിടിയിലായ അതേ വ്യക്തി വീണ്ടും ഒരു സൊസൈറ്റിയുടെ ഭാഗമായി മാറുമ്പോൾ അതിൽ പോയി തലവെക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പഴയ കള്ളങ്ങളൊക്കെ ഇവർ വീണ്ടും വീണ്ടും പറയും. തങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടെന്നും ഒരിക്കലും പൊളിയില്ലെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും. നേരത്തെ K മുരളീധരന്റെ പേര് പറഞ്ഞും തട്ടിപ്പുകാർ ഏറെ പ്രമോഷൻ നടത്തിയിരുന്നു. എന്നാൽ അവർക്കൊന്നും ഇതുമായി യാതൊരു ബന്ധം പോലും ഉണ്ടായില്ല. ഈ സൊസൈറ്റികൾ ഒരു സാധാരണ സാമ്പത്തിക സ്ഥാപനമാണെന്ന് മനസ്സിലാകുന്നത് അത് പൊളിയുമ്പോഴാണ്. സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയാലും അതിൽ ഒന്നും ചെയ്യാനാവില്ലെന്നാണ് അറിയുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സൊസൈറ്റികളുടെ നിയന്ത്രണം കേന്ദ്ര രജിസ്ട്രാറിനാണ്. കേന്ദ്ര രജിസ്ട്രാറിന്റെ അറിയിപ്പ് ബോർഡ് വെക്കണം. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വയംഭരണ സൊസൈറ്റികളാണെന്നും അംഗങ്ങൾ കേന്ദ്ര രജിസ്ട്രാറിന്റെ നിയന്ത്രണത്തിൽ അല്ലെന്നും ഉള്ള ബോർഡ് ഇത്തരം സൊസൈറ്റികളുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. നിക്ഷേപകർക്ക് അവരവരുടെ ഇഷ്ടമനുസരിച്ച് പണം നിക്ഷേപിക്കാം. അതിന് കേന്ദ്ര രജിസ്ട്രാറിന്റെ ഒരു ഗ്യാരണ്ടിയും ഇല്ലെന്നും ആ ബോർഡിൽ എഴുതണം. ഈ രാജേഷ് പിള്ള നടത്തിയ സൊസൈറ്റിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും മിക്കവാറും പേരും ചെയ്യാറില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വിശദമായി പരിശോധിച്ച് നോക്കിയിട്ട് വേണം ഇത്തരം തട്ടിപ്പ് സൊസൈറ്റികളിൽ പണം നിക്ഷേപിക്കാൻ. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കള്ളം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പിള്ളമാരുമുണ്ട്. അതിലൊരാളാണ് രാജേഷ് പിള്ള. ഇത്രയും തട്ടിപ്പുകൾ മുന്നിൽ കണ്ടിട്ടും നൂറുകണക്കിന് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ തകർന്ന് തരിപ്പണമായിട്ടും വീണ്ടും അതിന്റെ പിന്നാലെ ഓടുന്നവരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമായിരിക്കും. കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പണം പെട്ടെന്ന് ഇരട്ടിയാക്കി തരാൻ ഒരുവിധ മൾട്ടി സ്റ്റേറ്റ് പരിപാടികളും നടത്തുന്നില്ല. അതെല്ലാം നടത്തുന്നത് ഇവിടുത്തെ സാമ്പത്തിക കുറ്റവാളികളാണ്. അതിൽ രാജേഷ് പിള്ള ഉണ്ടാകാം, അഖിൽ ഫ്രാൻസിസ് ഉണ്ടാകാം. പേരുകൾ പലതാണെങ്കിലും ഇവരെല്ലാം ബേസിക്കലി തട്ടിപ്പുകാരാണ് എന്നതും ഓർത്തു വെക്കുക. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിക്ഷേപം നടത്തുക. ഇതെല്ലാം പൊട്ടിപ്പൊളിയുമ്പോൾ കേസ് കൊടുത്തിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ആയുഷ്കാലം ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. സാമ്പത്തിക നഷ്ടത്തിനൊപ്പം സമയനഷ്ടം കൂടിയാണ് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്.